Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ നായകൻ ട്രംപിന്റെ ടാരിഫ് പോളിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ട്രംപ്സ് ടാരിഫ് ആൻഡ് US-India ട്രേഡ് എഗ്രിമെന്റ്. ഇതിന്റെ പ്രിലിംസ് റെലവൻസ് നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ നമ്മുടെ GS പേപ്പർ 2 വരുന്നതാണ്. അതായത് എഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ ഈ ഒരു ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ US-ലുള്ള 5ഓളം ചെറുകിട ബിസിനസ്സുകാര് അവര് കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഈ ട്രംപിന്റെ നമ്മുടെ പ്രസിഡന്റ് ട്രംപിന്റെ ടാരിഫ് പോളിസീസ്, അതായത് എക്സ്ട്രാ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇത് അവരുടെ ബിസിനസ്സിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർ കോടതിയിൽ പറഞ്ഞു. ഓക്കെ, സോ ട്രംപിന്റെ ടാരിഫ് പോളിസി നമുക്ക് അറിയാമല്ലേ, ഇറ്റ് ഈസ് വെരി ഹൈ. 10% തൊട്ടിട്ട് 135% വരെയും ചുമത്തുന്നുണ്ട്. ഓക്കെ, ഇത് 100ഓളം കൺട്രീസിൽ നിന്ന് വരുന്ന അവരുടെ ഗുഡ്സിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഓക്കെ, പിന്നെ ആ ബിസിനസ്സുകാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ട്രംപിന്റെ ഈ ഒരു ടാരിഫ് പോളിസീസ് ഒക്കെ ഇന്റർനാഷണൽ ട്രേഡ് റൂൾസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ആൻഡ് പിന്നെ അവർ പറഞ്ഞത് ഈ ഒരു ട്രേഡും കാര്യങ്ങളൊക്കെ ഇപ്പം ലെസ് പ്രഡിക്റ്റബിൾ ആണ്, ഞങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഏത് സമയത്ത് എന്താണ് ഇയാൾ പറയാന്ന് ആർക്കും അറിയില്ല എന്ന് അവർ പറഞ്ഞു. ഓക്കെ, പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് പവർ, അതായത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും അപ്രൂവൽ ഇല്ലാതെ അയാളുടെ എക്സിക്യൂട്ടീവ് പവർ അയാളുടെ ഇഷ്ടത്തിന് അയാൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, വിച്ച് ഗോസ് അഗെയിൻസ്റ്റ് ദ US സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. ഈ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ, US-ൽ ദർ ഇസ് എ സിസ്റ്റം ഓഫ് ചെക്ക് ആൻഡ് ബാലൻസ്. US ഗവൺമെന്റിന് മെയിനായിട്ട് 3 പാർട്ടുകളുണ്ട്. ഓക്കെ, 3 ബ്രാഞ്ചസ് നമുക്ക് ബ്രാഞ്ചായിട്ട് പറയാം. അപ്പോൾ ആദ്യം പ്രസിഡന്റ്, രണ്ടാമത്തത് കോൺഗ്രസ്, മൂന്നാമത്തത് കോർട്ട്. പ്രസിഡന്റ് എന്നുള്ളത് ഒരു എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ്. നമുക്കറിയാം പ്രസിഡന്റിനാണ് US-ൽ പവർ കൂടുതൽ. ഹി റൺസ് എ കൺട്രി അല്ലേ. കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചാണ്. ദേ മേക്ക് ലോസ്. കോർട്ടുകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ജുഡീഷ്യൽ ബ്രാഞ്ചാണ്. അവർ ലോസൊക്കെ ഫെയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതാണ് അവരുടെ പരിപാടി. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജോബ് ഉണ്ട് അല്ലേ. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റോപ്പ് ഈച്ച് അതർ ഫ്രം ഹാവിങ് ടു മച്ച് പവർ. അതിനെയാണ് ഈ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പ്രസിഡന്റിന് ഒരു ലോ സജസ്റ്റ് ചെയ്യാം, പക്ഷേ കോൺഗ്രസിന്റെ അപ്രൂവൽ അവിടെ വേണം. അതല്ലാതെ ഇനിയിപ്പോൾ കോൺഗ്രസും പ്രസിഡന്റും കൂടിയിട്ട് ഏതെങ്കിലും ഒരു ബില്ല് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിന് പറയാം ഇത് അൺഫെയർ ആണ് അല്ലെങ്കിൽ ഇത് ഇല്ലീഗൽ ആണെന്ന് കോർട്ടിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ഗെയിം വേർ നോൺ ഈസ് ദ ബോസ് ഓഫ് എവറിഥിങ്. ഓക്കെ, എവരി വൺ വാച്ചസ് ഈച്ച് അതർ ടു കീപ് തിങ്സ് ഫെയർ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ എന്തുകൊണ്ടാണ് ട്രംപ് ഈ ഒരു ടാരിഫ് ഇങ്ങനെ കൂടുതൽ ടാരിഫ് ആൾക്കാർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൺട്രീസിന് മേലെ ചുമത്തുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ട്രംപ് പറഞ്ഞത് അമേരിക്കയ്ക്ക് പൈസയൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, അത് അവരുടെ ട്രേഡ് ഡെഫിസിറ്റ് കാരണം, അതർ കൺട്രീസ് ബിക്കോസ് ഓഫ് ദ ട്രേഡ് ഡെഫിസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലേ, അതായത് US മറ്റു രാജ്യങ്ങളിൽ അവരുടെ സാധനങ്ങൾ വിൽക്കുന്നതിനേക്കാളും കൂടുതൽ അവരുടെ വേറെ രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ഇവരെ സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, എങ്ങനെ പറയാം, ലൈക്ക് ഇറ്റ് മീൻസ് ലൈക്ക് ദ US ബൈസ് മോർ ഫ്രം അതർ കൺട്രീസ് ദാൻ ഇറ്റ് സെൽസ് ടു ദം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ദാറ്റ്സ് നോട്ട് ഓൾവേസ് ബാഡ്. ഓക്കെ, ഇറ്റ് ക്യാൻ മീൻ പീപ്പിൾ ഇൻ ദ US ഹാവ് മണി ടു ബൈ തിങ്സ് അല്ലേ. അവിടുത്തെ ആൾക്കാരുടെ കയ്യിലൊക്കെ നല്ല കാശുണ്ട്, അത്യാവശ്യത്തിന് നല്ലൊരു, അറിയാലോ അവർ തന്നെ ദേ ആർ ദ മോസ്റ്റ് പവർഫുൾ എക്കണോമി, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എക്കണോമി ഇൻ ദ വേൾഡ്, ആൻഡ് ദാറ്റ് മീൻസ് ദാറ്റ് ദോസ് പീപ്പിൾ ഇൻ ദ US ഹാവ് മണി ടു ബൈ തിങ്സ്. ഓൾസോ ട്രംപ് ഡിഡിൻ കൗണ്ട് സർവീസസ്, അതായത് ഇയാള് ഈ സർവീസസിന്റെ കാര്യമൊന്നും പുള്ളി കൗണ്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ലൈക്ക് ആ ഒരു ടെക്നോളജിക്കൽ ഹെൽപ്പും വെപ്പൺ സെയിലൊന്നും പുള്ളി കണക്കാക്കിയിട്ടില്ല. അതായത് ഇന്ത്യയായിട്ട് US ആക്ച്വലി മേക്സ് മോർ മണി ദാൻ ഇറ്റ് ലോസസ്. ഓക്കെ, വെൻ എവറിത്തിങ് ഈസ് കൗണ്ടഡ്. അതാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ ആയിട്ടുള്ള ആ ഒരു ട്രേഡിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ US ഇവിടെ അതായത് ചെലവാക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് അവർക്ക് കിട്ടുന്നുണ്ട്. ദേ ആക്ച്വലി മേക്സ് മോർ മണി ദാൻ ഇറ്റ് ലൂസസ് വെൻ എവറിത്തിങ് ഈസ് കൗണ്ടഡ്.
അതേപോലെ തന്നെ 2025 മെയ് 28 കോടതി പറഞ്ഞു, അതായത് ദ US കോർട്ട് സെഡ് ഈ ഒരു ട്രംപിന്റെ ഗ്ലോബൽ ടാരിഫ് ഇത് ഭയങ്കര ഇല്ലീഗലാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഓക്കെ. പിന്നെ കോടതി പറഞ്ഞൊരു കാര്യം, ഇയാള് നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. അതെന്താന്ന് വെച്ചാൽ, സി ദ കോർട്ട് സെഡ് ഹി കാൻ യൂസ് നാഷണൽ എമർജൻസി ആസ് ആൻ എക്സ്ക്യൂസ് ടു സ്കിപ്പ് റൂൾസ് എന്നാണ്. സി യു എസിൽ ഈ പ്രസിഡന്റിന് വളരെ ഹി ക്യാൻ ടേക്ക് ക്വിക്ക് ആക്ഷൻസ് ഡ്യൂറിങ് എ റിയൽ എമർജൻസി. അതായത് വല്ല വാറോ അല്ലെങ്കിൽ ബിഗ് ഡിസാസ്റ്ററോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വളരെ ക്വിക്കായിട്ട് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു നാഷണൽ എമർജൻസി, ഓക്കെ, റിയൽ എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം. ബട്ട് ഈ ഒരു നാഷണൽ എമർജൻസി എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് മീൻ ടു ബി യൂസ്ഡ് ഫോർ നോർമൽ പ്രോബ്ലംസ് ലൈക്ക് ട്രേഡ് ഇഷ്യൂസ്. സോ നമ്മൾ ട്രേഡ് ഡെഫിസിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. സോ ട്രേഡ് ഡെഫിസിറ്റ് കാരണം യു എസിൽ നാഷണൽ എമർജൻസി പോലെയുള്ള ഒരു അവസ്ഥയാണെന്നാണ് നമ്മുടെ ട്രംപ് പറഞ്ഞത്. ഓക്കെ. സോ അപ്പോൾ കോടതി പറഞ്ഞു ദാറ്റ്സ് നോട്ട് എ റിയൽ എമർജൻസി ആൻഡ് ഇതിനൊരു എക്സ്ക്യൂസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. യു കാണ്ട് യൂസ് ദാറ്റ് എക്സ്ക്യൂസ് ടു മേക്ക് ബിഗ് ചേഞ്ചസ് ലൈക്ക് പുട്ടിങ് ഹൈ ടാരിഫ്സ് ഓൺ മെനി കൺട്രീസ് വിതൗട്ട് ഫോളോയിങ് ദ റൂൾസ്. റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ ഒരു കൺട്രിയുടെ മേലെയും അനാവശ്യമായിട്ടുള്ള ടാരിഫുകളൊന്നും ചുമത്തരുത്. ഓക്കെ, ഒരു നാഷണൽ എമർജൻസിയുടെ പേര് പറഞ്ഞിട്ട് അതിനെ ദുരുപയോഗം ചെയ്യരുത് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഓക്കെ, സോ ദ പ്രസിഡന്റ് കോണ്ട് കോൾ എവറിത്തിങ് ആൻ എമർജൻസി ജസ്റ്റ് ടു ഗെറ്റ് മോർ പവർ എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ കോടതി പറഞ്ഞത് ദ US പ്രസിഡന്റ് കാൺ ബ്രേക്ക് ഇന്റർനാഷണൽ ട്രേഡ് പ്രോമിസസ് ഓർ ഇഗ്നോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇഗ്നോർ ചെയ്യാൻ പറ്റൂല. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് പ്രോമിസും അതൊന്നും ട്രംപിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് കോടതി പറഞ്ഞു. ഓക്കെ. സോ അതിനുശേഷം എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ അടുത്ത ദിവസം ദ കോർട്ട് ഈ ഒരു റൂള് സ്റ്റേ ചെയ്തു. ഓക്കെ. അപ്പോൾ ടാരിഫ്സ് ഒക്കെ ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവ് ആണ്. സോ ട്രംപിന്റെ ടീമിന് വേണ്ടത് ദേ വാണ്ട് ഈവൺ മോർ പവർ. ഓക്കെ. വിത്ത് എ ന്യൂ ലോ കോൾഡ് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, OBBB. സോ നമ്മുടെ ട്രംപിന്റെ ടീമിനും ഇപ്പോൾ പുതിയൊരു സംഭവം വേണം. അതാണ് ഈ ഒരു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ. പേരൊക്കെ കേൾക്കുമ്പോൾ സൂപ്പർ ആയിട്ടില്ലേ, ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സാധനമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കും. ഈ ഒരു ലോ പ്രപ്പോസ് ചെയ്തത് നമ്മൾ ട്രംപ് അഡ്മിനിസ്ട്രേഷനാണ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പേര് കേൾക്കുമ്പോൾ ഇത് നല്ല സൂപ്പറായിരിക്കും, വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നന്നായിരിക്കും എന്നൊക്കെ തോന്നും. പക്ഷേ സാധനം നല്ല സീനാണ്. ഓക്കെ. ദ ബിൽ ഈസ് ആക്ച്വലി അബൌട്ട് ഗിവിങ് ദ പ്രസിഡന്റ് എ ലോട്ട് മോർ പവർ. ഓക്കെ. അപ്പോൾ ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന് അതായത് ബിഗ് ട്രേഡ് ഡിസിഷൻസ്, അതായത് ഈ ടാരിഫിന്റെ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഡിസിഷൻസ് പ്രസിഡന്റിന് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ. സോ നമ്മൾ നേരത്തെ ആ ഒരു ചെക്ക് ആൻഡ് ബാലൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, കോടതികളും കോൺഗ്രസും പ്രസിഡന്റും കൂടിയിട്ടുള്ളതാണ് ആ ഒരു 3 സിസ്റ്റം. സോ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിന് നല്ലൊരു പവർ നമ്മുടെ ട്രംപിന്റെ കയ്യിലേക്ക് കിട്ടും. ഓക്കെ. സോ പിന്നെ പുള്ളിക്ക് ഈ ഒരു വലിയ ട്രേഡ് ഡിസിഷൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഗ്രസിന്റെ അപ്രൂവലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഓക്കെ. ഓർ അതർ ചെക്സ്. സോ എന്തുകൊണ്ടാണ് ആൾക്കാർ വെറി ചെയ്യുന്നത് നമുക്ക് ഇതും തന്നെ മനസ്സിലായില്ല. അതായത് നോർമലി US കോൺഗ്രസും അതേപോലെ കോർട്ടും ദേ ഹെൽപ്പ് കൺട്രോൾ വാട്ട് ദി പ്രസിഡന്റ് ക്യാൻ ഡു. ഓക്കെ. സോ ഈ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇറ്റ് കുഡ് ബ്രേക്ക് ദാറ്റ് ബാലൻസ് അല്ലേ. ആൻഡ് അപ്പോൾ പ്രസിഡന്റിന് ഈസി ആയിട്ട് നമ്മുടെ ടാരിഫും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. പിന്നെ ആൾക്ക് തോന്നണ പോലെ ആൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഡെഫിസിറ്റ് കൊണ്ട് നാഷണൽ എമർജൻസി എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. സോ ഇങ്ങനത്തെ പല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളി പറയും എമർജൻസി സിറ്റുവേഷൻ ആണ്, അപ്പോൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുള്ളി പറയാൻ തുടങ്ങും. അറിയാലോ, ട്രംപ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഓക്കെ. പിന്നെ പുള്ളിക്ക് ട്രേഡ് മാറ്റേഴ്സിലൊക്കെ ഒറ്റയ്ക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ ഈ ഒരു OBBB എന്ന് പറയുന്ന ഈ ഒരു ബില്ല്, ഈ ഒരു പ്ലാൻ, ഇറ്റ് ഗീവ്സ് ദി പ്രസിഡന്റ് മോർ പവർ ഓവർ ട്രേഡ്. ഓക്കെ. ബട്ട് ഇറ്റ് മേ ബി ഡേഞ്ചറസ് ബിക്കോസ് ഇറ്റ് റിമൂവ്സ് ഇമ്പോർട്ടൻറ്റ് ചെക്സ് ആൻഡ് ലിമിറ്റ്സ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദി ഡെമോക്രസി. സോ ഇനി നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ത്യയും US തമ്മിലുള്ള ആ ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ആൻഡ് ദി US were ടോക്കിംഗ് അബൌട്ട് എ ട്രേഡ് ഡീൽ, ബട്ട് അത് ഇതുവരെ നടന്നിട്ടില്ല. ഇറ്റ് ഹാസൻറ്റ് ഹാപ്പൻഡ് യെറ്റ്. ഇൻസ്റ്റഡ് US ആ ഒരു ടാരിഫ് ഇപ്പോഴും ടാക്സസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഇന്ത്യൻ സ്റ്റീൽസിലും അലുമിനിയത്തിലും ഒക്കെ ട്രംപ് ടാരിഫ് കൂട്ടിയിട്ടുണ്ട്. സോ ഇത് ഇന്ത്യൻ ഗുഡ്സ് US ഒരുപാട് എക്സ്പെൻസീവ് ആക്കും അല്ലേ.
സ്റ്റീലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25% നിന്ന് 50% ടാക്സ് കൂട്ടിയിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10% നിന്നും 50% കൂട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു പണ്ട്. അതായത് നമ്മൾ ഇന്ത്യ ഹാഡ് ഏർലിയർ കംപ്ലൈൻറ്റ് ടു ദി നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു. അതായത് US-ൻ്റെ ഈ ഒരു ടാരിഫ് പോളിസീസ് വളരെ അൺഫെയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. 2022 നമ്മൾ ഈ ഒരു സാധനം നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അടുത്ത് പറയുമ്പോൾ അവരിത് എഗ്രി ചെയ്തു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇത് ശരിയല്ല എന്നുള്ള കാര്യം അവർ അന്ന് എഗ്രി ചെയ്തിരുന്നു. പക്ഷേ 2023 വന്നപ്പോൾ ഇന്ത്യ ഈ ഒരു കേസ് വിഡ്രോ ചെയ്തു. ഓക്കെ. നമ്മൾ US-ഉമായിട്ട് ആ 2023 ഒരു ഡീല് നമ്മൾ സൈൻ ചെയ്തു. ഓക്കെ. വി ഹാവ് മെയ്ഡ് എ ഡീൽ വിത്ത് US ആൻഡ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു കേസ് വിഡ്രോ ചെയ്തു. പക്ഷേ നമ്മൾ ആ ഒരു ഡീല് US-ഉമായിട്ട് വെച്ചെങ്കിൽ കൂടി ദാറ്റ് ഡിഡിൻ സ്റ്റോപ്പ് ദ US ഫ്രം ആഡിങ് ന്യൂ ടാരിഫ്സ് അഗെയിൻ. ഓക്കെ. സോ പിന്നെ നമുക്ക് നോക്കാനുള്ളത് വിൽ ബി ലുക്കിംഗ് ഓൺ ടു ദി സ്ട്രാറ്റജിക് പ്രോബ്ലം ഫോർ ഇന്ത്യ. സോ നമുക്കറിയാം US-ഉം ചൈനയായിട്ടുള്ള ഈ ഒരു ട്രേഡ് ഫൈറ്റ് നടക്കുമ്പോൾ, അതായത് US ടാരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ ചൈന അതേപോലെ കൂട്ടും. അപ്പോൾ ചൈന കൂട്ടിയാൽ പിന്നെ തിരിച്ച് US കൂട്ടും, പിന്നെ ചൈന കൂട്ടും, ഇങ്ങനെ മാറി മാറി ഇവർ കൂട്ടി കളിക്കുകയായിരുന്നല്ലോ. അവസാനം അതൊരു കോമഡിയായി. ഓക്കെ. സോ അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് എന്നാൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ബെനിഫിറ്റ് അടിക്കുക എന്നുള്ള സംഭവം അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഓക്കെ. ഇന്ത്യ ഹോപ്ഡ് ടു ഗെയിൻ ഫ്രം ദി US-China ട്രേഡ് ഫൈറ്റ് ബൈ ഓഫറിങ് ഇറ്റ് സെൽഫ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ്. പക്ഷെ എന്താ നടന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം US-ഉം ചൈനയും കൂടിയിട്ട് ഇപ്പോൾ ഒരു ട്രേഡിൻ്റെ കാര്യത്തിൽ ഒരു സമാധാനപരമായിട്ടുള്ളൊരു ടെമ്പററി പീസിലേക്ക് വന്നു. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ US ട്രംപ് ഇപ്പോൾ ആപ്പിളിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോൺ കമ്പനി അല്ല, എല്ലാം ഉണ്ടല്ലോ അവർക്ക്. അപ്പോൾ ആപ്പിളിനെ ഇപ്പോൾ ത്രെട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആപ്പിൾ പറഞ്ഞു അവർ ചിലപ്പോൾ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആപ്പിളിനെ. നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ, US ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല. ഓക്കെ. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത്, ട്രംപ് പക്ക ഒരു ബിസിനസ്മാനാണ്. ഓക്കെ. പിന്നെ പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. സോ പക്ക ട്രാൻസാക്ഷണൽ ബേസിസിലായിരിക്കും പുള്ളി എല്ലാ കാര്യങ്ങളെയും കാണുക. എത്തിക്സ് എന്നുള്ളൊരു പരിപാടിയൊന്നും ഇല്ല. അതൊക്കെ 4 മടക്കി പോക്കറ്റിൽ വയ്ക്കും ട്രംപ്. ഓക്കെ. സോ പുള്ളി എടുക്കുന്ന ഡിസിഷൻസൊക്കെ അത് അവർക്ക് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യും, ഓക്കെ, എന്ന് വിചാരിച്ച് മാത്രമേ പുള്ളി ഡിസിഷൻസ് എടുക്കുള്ളൂ. ഹി മേക്സ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ വാട്ട് ബെനിഫിറ്റ്സ് ദം അറ്റ് ദ മൊമെന്റ്. ഓക്കെ. അതായത് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇപ്പോൾ നമ്മൾ ചൈനയായിട്ടൊക്കെ ഒരു വാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ US നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതിൽ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല. സോ ഇന്ത്യ ഈസ് ഫേസിങ് മോർ ടാരിഫ്, ലെസ് ട്രേഡ് ബെനിഫിറ്റ് ആൻഡ് നോ പ്രോമിസ് ഓഫ് US സപ്പോർട്ട് ഈവൻ ദോ ഇറ്റ് ട്രൈ ടു കോപ്പറേറ്റ്. സോ ഇനി നമുക്കിവിടെ നോക്കാനുള്ളത്, നമുക്കൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക അടുത്തതായിട്ട് എന്നുള്ളതാണ്. വാട്ട് ഇന്ത്യ ഷുഡ് ഡു നെക്സ്റ്റ്. സോ നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ. ട്രംപ് എന്തോ ചെയ്തോട്ടെ, നമുക്കത് പിന്നെ നോക്കാം. പക്ഷേ ഇന്ത്യ ഷുഡ് പ്രൊട്ടക്റ്റ് ഇറ്റ്സ് ഓൺ ഇൻട്രസ്റ്റ്. ഓക്കെ. സോ ഇനി നമ്മൾ US-ഉമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ US റിമൂവ്സ് എക്സ്ട്രാ ടാക്സ് ഓൺ ഇന്ത്യൻ ഗുഡ്സ്. ഓക്കെ. നമ്മുടെ ഇന്ത്യൻ ഗുഡ്സിന് മേലെ ട്രംപ് വെക്കുന്ന, അല്ലെങ്കിൽ ട്രംപിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വെക്കുന്ന ആ ഒരു ടാക്സസ് റിമൂവ് ചെയ്യണം. നമ്മളിനി ഏത് ട്രേഡ് ഡീൽ US-ഉമായിട്ട് വെച്ചാലും ഇത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം. അതേപോലെ തന്നെ ഈ ആപ്പിളൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വളരെയധികം ഉപകാരമാണ്. അതിൻ്റെ വിലയൊക്കെ കുറയാം, അല്ലേ? അന്യായ വിലയാണ് ആപ്പിളിനൊക്കെ. സോ ഇതേപോലെ US ഷുഡ് സ്റ്റോപ്പ് ഫ്രം പണിഷിങ് കമ്പനീസ് ലൈക്ക് ആപ്പിൾ ഫോർ വർക്കിംഗ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആ ഒരു റെമിറ്റൻസിൻ്റെയും ഡിജിറ്റൽ ടാക്സിൻ്റെയും കാര്യമാണ്. ഓക്കെ. നമുക്ക് റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ മണി ദാറ്റ് ഈസ് സെൻഡ് ബാക്ക് ഹോം. സോ നമുക്കറിയാം US-ലൊക്കെ ഒരുപാട് ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ US പ്ലാൻ ചെയ്യുന്നത് 3.5% ടാക്സ് ഈ ഒരു റെമിറ്റൻസിന് മേലെ ചുമത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ ഇന്ത്യ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഡസൻറ്റ് എഫക്ട് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ദി US. അതേപോലെ തന്നെ ഇന്ത്യക്ക് ഡിജിറ്റൽ ടാക്സ് ഉണ്ട്. ഈ ഒരു നമ്മുടെ ഗൂഗിളും ഫേസ്ബുക്ക് പോലെയുള്ള ടെക് ജെയിൻസിന് മേലെ ഇന്ത്യക്ക് ഡിജിറ്റൽ ടാക്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് സ്റ്റാൻഡ് ഫേം ഇഫ് ദ US ട്രൈസ് ടു റിറ്റീലിയേറ്റ് എന്നുള്ള കാര്യമാണ്. പിന്നെ H1B വിസാസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ നമുക്കറിയാം ഒരുപാട് ഇന്ത്യൻ H1B വിസാസ് എന്താണെന്ന് വെച്ചാൽ, വി ക്യാൻ സേ ലൈക്ക് ഇതൊരു വർക്ക് വിസയാണ്. ഓക്കെ. ഇറ്റ് ലെറ്റ്സ് പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് ലൈക്ക് ഇന്ത്യ വർക്ക് ഇൻ US.
ഇത് മോസ്റ്റ്ലി ഇതെടുക്കുന്നത് സ്കിൽഡ് വർക്കേഴ്സാണ്. അതായത് ഈ ഒരു ടെക്നോളജി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, IT വർക്ക് ചെയ്യുന്നവർ, എഞ്ചിനീയേഴ്സ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, സോ അങ്ങനത്തെ സിമിലർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരു സ്കിൽഡ് വർക്കേഴ്സാണ് ഈ ഒരു H1B വിസാസ് എടുക്കുക. സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, അതായത് ഇന്ത്യയുടെ ഒരുപാട് ഇന്ത്യൻ ടെക്നോളജിക്കൽ വർക്കേഴ്സ് ഈ ഒരു H1B വിസാസ് എടുത്തിട്ടാണ് US കമ്പനീസായ ഗൂഗിളിലും മൈക്രോസോഫ്റ്റ് പോലത്തുള്ള കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ദം ഏൺ വെൽ, ആൻഡ് അത് നമ്മളെ ഇന്ത്യൻ എക്കണോമിക്കും അത് വളരെയധികം ഗുണമാണ്. ഇറ്റ് വിൽ ത്രൂ മണി സെൻഡ് ബാക്ക് ഹോം. ഓക്കെ, സോ ആ ഒരു റെമിറ്റൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതിലൂടെ ഇന്ത്യൻ എക്കണോമിക്ക് അത് വളരെയധികം ഗുണകരമാണ്. സോ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ, ചിലപ്പോൾ US ഗവൺമെൻറ് ഈ ഒരു H1B വിസാസിന് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ വെക്കാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്താണ് ഉറപ്പ് വരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ, വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് അവർ വർക്കേഴ്സ് ക്യാൻ സ്റ്റിൽ ഗെറ്റ് ദീസ് വിസാസ് ഈസിലി ഇൻ എനി ട്രേഡ് ഡീൽ. സോ ഈ ഒരു H1B വിസാസ് ഇറ്റ് ലെറ്റ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ദ US it let Indians work in the US tech industry. സോ ഇന്ത്യ വാണ്ട്സ് ടു പ്രൊട്ടക്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇറ്റ്സ് വർക്കേഴ്സ് എന്നുള്ളതാണ്. സോ അതാണ് ആ ഒരു H1B വിസയുടെ കാര്യത്തിൽ പറയാനുള്ളത്. സോ US ഈ ഒരു വിസയും കാര്യങ്ങളൊന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, IT സർവീസസും അതേപോലെ ഡാറ്റ ഫ്ലോ, അതായത് ക്രോസ് ബോർഡർ ഡിജിറ്റൽ ട്രേഡൊക്കെ നമ്മൾ കുറച്ചും കൂടി പുഷ് ചെയ്യണം US-ആയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ വി ഷുഡ് സ്റ്റിക്ക് ടു ഗ്ലോബൽ ട്രേഡ് റൂൾസ് എന്നുള്ളതാണ്. സോ നമ്മൾ നമ്മുടെ WTOയുടെ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ട്രംപ് എന്തോ ചെയ്തോട്ടെ, ഈവൺ ഇഫ് ദി US ഈസ് ഇഗ്നോറിങ് ദം, നമ്മളത് ഫോളോ ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വി ഹാഡ് ഷോൺ അവർ സപ്പോർട്ട് ഫോർ ഫെയർ ഗ്ലോബൽ ട്രേഡ് ഡ്യൂറിങ് ദി G20 സമ്മിറ്റ് ആൻഡ് ഓൾ. പിന്നെ US അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു ഡീല് മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് പറയാനുള്ള വോയിസ് നമ്മളവിടെ കാണിക്കണം. ഓക്കെ, ഡോണ്ട് സെറ്റിൽ ഫോർ എ ബാഡ് ഡീൽ. സോ ഇന്ത്യ ഷുഡ് ബി റെഡി ടു സേ നോ ഇഫ് ദ ഡീൽ ഈസ് അൺഫെയർ. ഓക്കെ, ട്രംപിൻ്റെ ഒരു ടാരിഫ് ഒന്നും അധികകാലം നിൽക്കാൻ സാധ്യതയില്ല. ദേ ആർ ഓൾറെഡി ബീങ് ചാലഞ്ച് ഇൻ ദി US കോർട്ട്. സോ ഇന്ത്യ ഷുഡ് ബി കെയർഫുൾ, സ്മാർട്ട് ആൻഡ് ഫേം. വി ഷുഡ് മേക്ക് എ ഫെയർ ഡീൽ, പ്രൊട്ടക്ട് ഇന്ത്യൻ വർക്കേഴ്സ് ആൻഡ് കമ്പനീസ്, ആൻഡ് വാക്ക് അവേ ഇഫ് ദ ഡീൽ ഈസ് ബാഡ് എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് നമ്മുടെ അടുത്ത ന്യൂസിലോട്ട് പോവാം. അർബണൈസേഷൻ, ഇന്ത്യയിലുള്ള അർബണൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ് അർബണൈസേഷൻ ആൻഡ് ദ ചാലഞ്ചസ് ഓഫ് ഐഡിയൽ ട്രാൻസിറ്റ് സൊല്യൂഷൻസ്. സോ ഇതിൻ്റെ പ്രിലിംസ് റെലവൻസ് നോക്കുമ്പോൾ നമുക്കറിയാം, GS പേപ്പർ 1 കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ GS പേപ്പർ 3 വരുന്നതാണ്. ഇന്ത്യൻ എക്കണോമി ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിങ്, അർബണൈസേഷൻ, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. സോ നമുക്ക് ഇന്ത്യയുടെ ആ ഒരു അർബൺ ഫ്യൂച്ചർ ചാലഞ്ചസിനെ പറ്റിയിട്ട് നോക്കാം. അതായത് അർബൺ ഏരിയാസ്, അതായത് സിറ്റീസ് ഇനി അങ്ങോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമുക്ക് വികസിത് ഭാരത് എന്ന് പറയുന്നുള്ള നമ്മുടെ ആ ഒരു വിഷൻ, സോ അത് നമുക്ക് പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റീസിൻ്റെ റോള് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫോർ മേക്കിംഗ് ഇന്ത്യ എ ഡെവലപ്ഡ് കൺട്രി, വികസിത് ഭാരത് ബൈ 2047. 2060 കൂടിയിട്ട് 60% മേലെ ഇന്ത്യൻസ് വില്ലേജും കാര്യങ്ങളൊക്കെ, അതായത് ഒരു ഔട്ട്സ്കേർട്സ് ഒക്കെ വിട്ടിട്ട് ദേ വിൽ സ്റ്റാർട്ട് ലിവിങ് ഇൻ സിറ്റീസ് എന്നാണ് കണക്കുകൾ പ്രകാരം പറയുന്നത്. ഓക്കെ, സോ ദിസ് മീൻസ് എ ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ വിൽ ട്രാവൽ ഡെയിലി, അല്ലേ? വീട്ടിൽ നിന്നും വർക്കിലോട്ട് ദർ വിൽ ബി എ ലാർജ് ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് പീപ്പിൾ ട്രാവലിംഗ്. സോ ഈ ഒരു മൂവ്മെൻറ്റ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് പ്രോബ്ലം, അല്ലേ, ഫോർ സിറ്റി പ്ലാനേഴ്സ്. സോ ഇന്ത്യ നമ്മൾ എന്താണ് ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വി ആർ ട്രൈങ് ടു ബിൽഡ് എ സ്മാർട്ട് സിറ്റീസ്. ഓക്കെ, ആ ഒരു ലോങ് ട്രാവൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്മാർട്ട് സിറ്റീസ് ഉണ്ടാക്കാനാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഗോയിങ് വെരി സ്ലോ, എസ്പെഷ്യലി കമ്പയർഡ് ടു ചൈനയൊക്കെ ഇതിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഓക്കെ, അവർ സ്മാർട്ട് സിറ്റീസും കാര്യങ്ങളൊക്കെ, അതായത് ആൾക്കാർക്ക് ആ ഒരു ജോലിയാണല്ലോ അവിടെ മെയിൻ. ആൾക്കാരൊക്കെ രാവിലെ ജോലിക്ക് പോവുക, വൈകുന്നേരം വരിക. സോ ആ ഒരു ദൂരം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയ ചെറിയ കുഞ്ഞു സിറ്റീസൊക്കെ, സ്മാർട്ട് സിറ്റീസൊക്കെ അവരവിടെ ഉണ്ടാക്കുന്നുണ്ട്. സോ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് വെരി സ്ലോ.
പിന്നെ വലിയ സിറ്റീസിൻ്റെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൽഹി മുംബൈയുടെ കാര്യമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലേ ദേ ആർ കീപ് ഗ്രോയിങ്. പക്ഷേ ഇത് ഇറ്റ് പുട്സ് എ ലോട്ട് ഓഫ് പ്രഷർ അല്ലേ, നമ്മുടെ റോഡിലായാലും അതേപോലെ ട്രാൻസ്പോർട്ടിലായാലും വാട്ടർ വെള്ളത്തിൻ്റെ കാര്യം എടുത്താലും ഹൗസിങ്ങിലാണെന്നുണ്ടെങ്കിലും ഗവേണൻസിലാണെന്നുണ്ടെങ്കിലും these growing cities like Delhi and Mumbai are putting a lot of pressure. So, in short, we can say that India needs better planning and faster action to handle the future crowd in cities and make urban life smoother എന്നുള്ളതാണ്. ഇനിയൊരു നമ്മുടെ ഈ ഒരു സിറ്റി ട്രാൻസ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഇ ബസ് സേവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. സോ ഈ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് ആ ഒരു ബസ് സർവീസ് സിറ്റീസിലുള്ള ആ ഒരു ബസ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ബസ് കമ്പനീസിന് കൊടുക്കുന്ന ആ ഒരു പേയ്മെൻറ്റ് കൂടുതൽ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് PM ഇ ബസ് സേവ. അതേപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലക്ട്രിക് ഡ്രൈവ് സ്കീമുണ്ട്. സോ ഇത് 14,000-ഓളം ഇലക്ട്രിക് ബസ്സുകൾ നമ്മുടെ ആ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലോട്ട് ആഡ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അതേപോലെ തന്നെ 1,00,000-ഓളം അതർ ഇലക്ട്രിക് വെഹിക്കിൾസ് ടു സിറ്റി ട്രാൻസ്പോർട്ട്. സോ ഈ ഒരു സിറ്റി ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള സിറ്റി ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒന്ന് ബസ്സിൻ്റെ ഷോർട്ടേജാണ്. അതായത് ഇന്ത്യക്ക് വേണ്ടത് നിയർലി കണക്ക് പ്രകാരം 2,00,000-ഓളം ബസ്സുകൾ നമുക്ക് വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വെറും 35,000 ബസ്സുകൾ മാത്രമേ ഉള്ളൂ, ഇൻക്ലൂഡിങ് ഈ ബസ്. ഓക്കെ, സോ 2,00,000-ൽ 35,000 എന്ന് പറയണത് ഇറ്റ് ഈസ് എ ഹ്യൂജ് ഗ്യാപ്പ് അല്ലേ. അതേപോലെ തന്നെ മെട്രോൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് മെട്രോയിലാണ്. ഓക്കെ, ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഗവൺമെൻറ് ഈസ് സ്പെൻഡിങ് മോർ ഓൺ മെട്രോസ്, അതായത് മെയിൻലി ആ ഒരു ബിഗ് സിറ്റീസിൽ. പക്ഷെ നമുക്കറിയാം മെട്രോസ് എക്സ്പെൻസീവ് ആണ്, പിന്നെ അതൊക്കെ ഉണ്ടാക്കി വരാൻ ഒരുപാട് കാലം എടുക്കും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്സസ്. ഓക്കെ, ദർ ഈസ് എ വെരി ലോ പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്സസ് അക്രോസ് ഇന്ത്യ. 37% സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വളരെ ഈസി ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചൈനയിലും ബ്രസീലിലും ഒക്കെ ഇത് 50% മേലെയാണ്. ഓക്കെ, നമുക്ക് 37% സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഇന്ത്യയിൽ ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ മെട്രോസ് ഒന്നും ദേ ആർ നോട്ട് ഫുള്ളി യൂസ്ഡ്. ഓക്കെ, മെട്രോസിനൊക്കെ നമ്മുടെ മെട്രോ പ്രൊജക്ട്സൊക്കെ വളരെ കുറവ് റൈഡുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ലൈക്ക് വി ഗെറ്റ് ഫ്യൂവർ റൈഡ്സ് ദാൻ എക്സ്പെക്റ്റഡ്. പിന്നെ ഹൈ കോസ്റ്റാണ്. ഓക്കെ, പീപ്പിൾ ഫൈൻഡ് മെട്രോ ഫെയർസ് വെരി എക്സ്പെൻസീവ്. മെട്രോൻ്റെ ഫെയറൊക്കെ എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ ഒരു ലാസ്റ്റ് മൈൽ ട്രാവൽ ഭയങ്കര ഹാർഡും കോസ്റ്റ്ലിയും. ലാസ്റ്റ് മൈൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ഗെറ്റിംഗ് ഫ്രം സ്റ്റേഷൻ ടു ഹോം ഓർ വർക്ക്. സോ അത് ഭയങ്കര ഹാർഡും അത് കോസ്റ്റ്ലിയാണ്. അതേപോലെ തന്നെ ഇന്ത്യ കാണ്ട് ഗീവ് ബിഗ് സബ്സിഡീസ് അല്ലേ, നമുക്ക് വളരെ ബിഗ് സബ്സിഡീസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. സോ നോട്ട് എവരി വൺ ക്യാൻ അഫോർഡ് പബ്ലിക് ട്രാൻസ്പോർട്ട്. സോ ഇന്ത്യ വളരെയധികം ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഒരു അർബൻ ട്രാൻസ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ട്രിക് ബസ്സും മെട്രോ ഒക്കെ വെച്ചിട്ട്. ബട്ട് ദർ ആർ സ്റ്റിൽ ബിഗ് ചാലഞ്ചസ് ലൈക്ക് നോട്ട് ഇനഫ് ബസ്, ഹൈ കോസ്റ്റ് ആൻഡ് പുവർ ലാസ്റ്റ് മൈൽ ഓപ്ഷൻസ് ആൻഡ് ഓൾ. സോ എന്തുകൊണ്ടാണ് ഈ ഒരു റോഡ് ബേസ്ഡ് ട്രാൻസ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് നോക്കിയാൽ, ഇന്ത്യയിലുള്ള സിറ്റീസിന് വേണ്ടത് വളരെ ചീപ്പും ഈസിയും ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. ലൈക്ക് യൂസിങ് റോഡ്സ്. നമുക്ക് ബസ്സും മിനി ബസ്സും ഒക്കെയാണ് വേണ്ടത് ഈ ഒരു ലാസ്റ്റ് മൈൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് മൈൽ പ്രോബ്ലം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു ഇറ്റ് ഈസ് ലൈക്ക് ഗെറ്റിംഗ് ഫ്രം എ ബസ് സ്റ്റോപ്പ് ടു ഹോം ഓർ വർക്ക്. ഓക്കെ, അപ്പോൾ ബജറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2025 ബജറ്റിൽ നമ്മൾ ഒരുപാട് മണി ഈ ഒരു അർബൻ ബസ്സസിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ടു ഹെൽപ്പ് ബിഗ് സിറ്റീസ് ടു ഇംപ്രൂവ് ദയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. പ്രൈവറ്റ് കമ്പനീസ് ഒന്നും ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യില്ല. അവർ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബസ് ഓടിക്കുക എന്നുള്ളത് ലൈക്ക് റണ്ണിങ് ബസ്സസ് ഡസൻറ്റ് ഓൾവേസ് ഗീവ്സ് എ ഗുഡ് പ്രോഫിറ്റ്. സോ ഗവൺമെൻറ് തന്നെ ഇവിടെ ഒരു മുൻകൈ എടുക്കണം. പിന്നെ ക്ലീനർ ബസ്സസിലേക്കുള്ള ഒരു ഷിഫ്റ്റിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. സോ നമ്മൾ CNG ബസ്സസിൽ നിന്നും ഈ ബസ്സസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ ഈ ബസ്സസ് ആർ മോർ എക്സ്പെൻസീവ്. ഭാവിയിൽ നമ്മൾ ചിലപ്പോൾ ദ ബസ്സസ് മേ യൂസ് ഇലക്ട്രിസിറ്റി, ഹൈഡ്രജൻ, CNG ഓർ ബയോഫ്യൂൽസ്. സോ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇഗ്നോർഡ് ബട്ട് യൂസ്ഫുൾ ഓപ്ഷൻസ് ആണ്. നമ്മൾ ട്രാംസും ട്രോളി ബസ്സസും യൂസ് ചെയ്യുക എന്നുള്ളതാണ്, ആർ ഓഫൺ ഇഗ്നോർഡ്. ഓക്കെ, അത് ഇന്ത്യയിൽ ദേ ആർ ഓഫൺ ഇഗ്നോർഡ്.
ബട്ട് ഇറ്റ് ക്യാൻ ബി എ ചീപ്പർ ആൻഡ് മോർ എഫിഷ്യൻ്റ് അല്ലേ. ഈ ബസ്സിനെക്കാളും കുറച്ചും കൂടി ചീപ്പറും എഫിഷ്യൻറ്റും ആയിരിക്കും ഈ ഒരു നമ്മുടെ ട്രാംസും ട്രോളി ബസ്സസും ഒക്കെ. സോ ദേ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ സിറ്റി ട്രാൻസ്പോർട്ട് പ്ലാൻസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇന്ത്യക്ക് വേണ്ടത് റോഡ് ബേസ് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, ഇലക്ട്രിക് ബസ്സസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ. ഗവൺമെൻറ് ഇതിനെ സപ്പോർട്ട് ചെയ്യണം. ഗവൺമെൻറ് മസ്റ്റ് സപ്പോർട്ട് ദം ഡ്യൂ ടു ഹൈ കോസ്റ്റ് ആൻഡ് ലോ പ്രൈവറ്റ് ഇൻട്രസ്റ്റ്. ഓക്കെ, പ്രൈവറ്റ് ആൾക്കാരൊന്നും ഇതിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. പിന്നെ അതിൽ ഹൈ കോസ്റ്റ് ആണ്. ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്താലേ പരിപാടികൾ നടക്കുള്ളൂ. ആൻഡ് ഓൾസോ കൺസിഡർ ചീപ്പർ ഓപ്ഷൻസ് ലൈക്ക് ട്രാംസ് ആൻഡ് ട്രോളി ബസ്സസ് എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് മൂഡീസ് ഡൗൺഗ്രേഡ് ആൻഡ് ദ US ഫിസിക്കൽ റിയാലിറ്റി. സോ ഇത് കറണ്ട് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. ആൻഡ് മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ് എഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. സോ US എക്കണോമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ US എന്നുള്ളത് നമുക്കറിയാമല്ലേ, അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്കണോമിയാണ് അവരല്ലേ. അവരുടെ GDP എന്ന് പറയുന്നത് 30 ട്രില്യൺ ആണ്. 30.57 ട്രില്യൺ ആണ് അവരുടെ ആ ഒരു GDP എന്ന് പറയുന്നത്. സോ ഈ മെയ് 16 ഈ ഒരു മൂഡീസ് എന്നുള്ളത് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. ഞാൻ അവരെ പറ്റി പറയാം. സോ അവർ നമ്മുടെ US ക്രെഡിറ്റ് റേറ്റിങ്ങിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അവർ ഈ ഒരു മൂഡീസ് എന്ന് പറയുന്ന ആൾക്കാർ ദേ ബിലീവ് ദാറ്റ് ദ US ഗവൺമെൻറ് എബിലിറ്റി ടു റീപേ ഡെപ്റ്റ് ഹാസ് സ്ലൈറ്റ്ലി വീക്കൻഡ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു പൈസ US ഗവൺമെൻറ് ബോറോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റീപേ ചെയ്യാനുള്ള അവരുടെ ആ ഒരു എബിലിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മൂഡീസ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡൗൺഗ്രേഡ് ഇതൊരു ഇറ്റ് ഡിഡൻറ്റ് കോസ് എ സഡൻ ക്രൈസിസ്, പക്ഷേ ഇതൊരു സിംബോളിക് സൈനാണ്. അതായത് US ഈസ് നോ ലോങ്ങർ ഫിനാൻഷ്യലി ആസ് സ്ട്രോങ് ആസ് ബിഫോർ എന്നുള്ളത് കാണിക്കുന്നതാണ്. ആൻഡ് താങ്ക്സ് ടു ട്രംപ്. സോ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് വേൾഡ് എക്കണോമിയിൽ ഈ ഒരു വളരെ ബിഗ് ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് അത് പെട്ടെന്ന് ഒരു ദിവസം വളരെ വലുതായിട്ട് അത് ക്രാഷ് ചെയ്യല്ല ചെയ്യുക. ഓക്കെ, ദേ ഡോണ്ട് ഓൾവേസ് ഹാപ്പൻ വിത്ത് എ ക്രാഷ്. സോ അത് മെയിൻലി ഈ ഒരു ബിഗ് ചേഞ്ചസ് ഒക്കെ എക്കണോമിയിൽ വരുന്നത് അത് വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കെ ക്വയറ്റ്ലി ദേ ഓഫൺ കം സ്ലോലി ആൻഡ് ക്വയറ്റ്ലി വിത്ത് സ്മോൾ വാർണിംഗ് സൈൻസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ എക്സ്പേർട്സ് ഒക്കെ ഒരുപാട് കാലങ്ങളായിട്ട് US ഈ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലംസിനെ പറ്റിയിട്ട് അവർ വെറി ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഡൗൺഗ്രേഡ് ജസ്റ്റ് കൺഫേംഡ് ദോസ് കൺസേൺസ് എന്നുള്ളതാണ്. സോ ഈ മൂഡീസ് എന്നുള്ളത് നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. സോ ഈ മൂഡീസ് എന്നുള്ള ഈ ഒരു കമ്പനി ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവർ ക്രെഡിറ്റ് റേറ്റിംഗ്സ് കൊടുക്കും. ഓക്കെ, കമ്പനീസിനും കൺട്രീസിനും ഒക്കെ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുക്കലാണ് ഇവരുടെ പരിപാടി. സോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് നമ്മളിങ്ങനെ ചിന്തിക്കുക, അതായത് ഇതൊരു റിപ്പോർട്ട് കാർഡാണ്. ഓക്കെ, നമ്മൾ പൈസ ബോറോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് കാർഡായിട്ട് നമുക്കിതിനെ എടുക്കാം. അതായത് US പോലെയുള്ള രാജ്യങ്ങൾക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ സോ ഇഫ് ദേ വാണ്ട്സ് ടു ബോറോ മണി, ഈ മൂഡീസ് ആയിരിക്കും ആ ലെൻഡേഴ്സിൻ്റെ അടുത്ത് പറയുക ഹൗ സേഫ് ഇറ്റ് ഈസ് ടു ലെൻഡ് ടു ദം. സോ ഹയർ റേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രി നൈസ് സൂപ്പറാണ്, ദി കൺട്രി ഈസ് വെരി ലൈക്ലി ടു പേ ദ മണി ബാക്ക്. ലോവർ റേറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിൽ അത് റിസ്ക് കൂടുതലാണ്. ഓക്കെ, ദേ മൈറ്റ് ഹാവ് ട്രബിൾ പേയിങ് ഇറ്റ് ബാക്ക്. സോ ഈ ഒരു മൂഡീസ് US ഇപ്പോൾ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് മീൻസ് ആ ഒരു US ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇറ്റ് ഈസൻ ആസ് സ്ട്രോങ് ആസ് ഇറ്റ് ഈസ് യൂസ് ടു ബി. സോ നമുക്കറിയാം US എന്നുള്ളത് വേൾഡിൽ തന്നെ ദ ബിഗ്ഗസ്റ്റ് എക്കണോമിയാണ്. അവരുടെ GDP കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. സോ US നമുക്ക് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അല്ലേ. ഗ്ലോബൽ എക്കണോമിയിൽ തന്നെ ദേ യൂസ് ടു ബി വെരി ട്രസ്റ്റഡ്. മെയിനായിട്ടുള്ളത് അവരുടെ ഗവൺമെൻറ് ബോണ്ടുകളില്ലേ, അവരുടെ US ഗവൺമെൻറ് ബോണ്ടുകൾ എന്ന് വെച്ചാൽ അത് വളരെ സൂപ്പർ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, സോ ഈ ഒരു ട്രസ്റ്റ് ദിസ് വാസൻ ജസ്റ്റ് ബിക്കോസ് ദ US വാസ് റിച്ച്. ഓക്കെ, ഇത് ഈ ഒരു ട്രസ്റ്റ് US മേലെ ഉണ്ടാവാൻ കാരണം US റിച്ച് ആയതുകൊണ്ട് മാത്രമല്ല, അവരുടെ സിസ്റ്റം ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ. അവരുടെ ഗവൺമെൻറ് പക്കാ സ്റ്റേബിളാണ്. പിന്നെ അവരുടെ ലീഗൽ റൂൾസ് അടിപൊളിയാണ്. അതേപോലെ റിലയബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പക്ഷേ ഇപ്പോൾ US പണ്ടത്തേക്കാളും കൂടുതൽ മണി ഇപ്പോൾ ബോറോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ഡെപ്റ്റ് ഇറ്റ് ഈസ് മോർ ദാൻ 120% ഓഫ് വാട്ട് ഇറ്റ് ഏൺസ് ഇൻ എ ഇയർ.
ഓക്കെ, അവരുടെ GDP-യേക്കാളും കൂടുതൽ ഇപ്പോൾ അവരുടെ ഡെപ്റ്റ് കയറിയിട്ടുണ്ട്. 120% ആയിട്ട് അത് കൂടിയിട്ടുണ്ട്. നൗ US ഹാസ് ബോറോഡ് എ ലോട്ട് ഓഫ് മണി. സോ ആൻഡ് ഇറ്റ്സ് ബിക്കമിങ് മോർ ഡിപ്പെൻഡൻറ്റ് ഓൺ ബോറോയിങ്. ഓക്കെ, അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിൽ അവർ ഫോക്കസ് ചെയ്യാണ് ടു പേ ഫോർ ഇറ്റ്സ് എക്സ്പെൻസസ്, വിച്ച് ഈസ് മേക്കിംഗ് പീപ്പിൾ വറി അബൌട്ട് ഇറ്റ്സ് ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ദിസ് മീൻസ് ഫോർ ദ വേൾഡ് എന്നുള്ളതാണ്. ഓക്കെ, നോട്ട് ജസ്റ്റ് ഫോർ ദി വാൾ സ്ട്രീറ്റ്. ഓക്കെ, വാൾ സ്ട്രീറ്റ് നമുക്കറിയാം. So Wall Street is the home to the New York Stock Exchange, and it is the world's largest stock exchange by market capitalization. സോ ഇത് വാൾ സ്ട്രീറ്റിന് മാത്രമല്ല ഈ ഒരു മൂഡീസിൻ്റെ ക്രെഡിറ്റ് റേറ്റിംഗ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അത് വേൾഡിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. സോ മൂഡീസിൻ്റെ ഈ ഒരു ഡൗൺഗ്രേഡ്, അതായത് US-നെതിരെയുള്ള ഈ ഒരു ഡൗൺഗ്രേഡ്, ഇതൊരു സിമ്പിളാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഡിസാസ്റ്റർ, ബട്ട് ഇറ്റ് വാസ് എ സിമ്പിൾ, ആൻഡ് ഇറ്റ് ഹാസ് എ വെരി ബിഗ് ഗ്ലോബൽ മീനിങ്. നമുക്കറിയാലോ ഇപ്പോൾ ഗ്ലോബലി ഡോളറിൻ്റെ ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, US ഡോളർ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ദ മെയിൻ ഗ്ലോബൽ കറൻസി അല്ലേ. അത് ഒരുപാട് രാജ്യങ്ങൾ വേൾഡ് അക്രോസ് അത് വളരെയധികം ട്രസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കറൻസി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ട്രസ്റ്റ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൺട്രീസൊക്കെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ആലോചിച്ച് തുടങ്ങി. അവരിപ്പോൾ ഗോൾഡും അല്ലെങ്കിൽ വേറെ അതർ കറൻസീസിലൊക്കെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ള ആലോചനയിലേക്കൊക്കെ എത്തി. ഓക്കെ, US ഡോളർ എന്നുള്ളത് അത് തന്നെ ആയിരുന്നു ഇറ്റ് ഈസ് ഓൾവേസ് ബീൻ ദ മെയിൻ ഗ്ലോബൽ കറൻസി. ഓക്കെ, പക്ഷെ അതിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഓരോ രാജ്യത്തുള്ള സെൻട്രൽ ബാങ്കുകളില്ലേ, അതായത് ഒരു നാഷണൽ മണിയൊക്കെ മാനേജ് ചെയ്യുന്ന സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു US-ന്റെ ഗവൺമെൻറ് ഡെപ്റ്റ്, അതായത് ട്രഷറീസൊക്കെ വാങ്ങിക്കുന്നില്ല എന്നല്ല, പക്ഷെ വളരെ കുറവേ അവർ വാങ്ങിക്കുന്നുള്ളൂ. US-ന്റെ ഗവൺമെൻറ് ഡെപ്റ്റ്, ട്രഷറീസ്, ആ സംഭവങ്ങളൊക്കെ. പിന്നെ കൂടുതൽ വേൾഡിലുള്ള സെൻട്രൽ ബാങ്കുകളൊക്കെ ഗോൾഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. അവരിപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലോട്ടാണ്. പിന്നെ ഡിജിറ്റൽ കറൻസീസിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ച് തുടങ്ങി. അതായത് ഡിജിറ്റൽ യൂറോ പോലെയുള്ള സംഭവത്തിലേക്കൊക്കെ ആൾക്കാർ മാറ്റി ചിന്തിച്ചു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഒരു ഡോളറിൻ്റെ ആ ഒരു വില ഇടിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ഇത് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ഗ്ലോബൽ ഷിഫ്റ്റ് യൂഷ്വലി ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് എ ക്രാഷ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗ്ലോബലിയുള്ള ഈ ഒരു ബിഗ് ഷിഫ്റ്റുകളൊക്കെ നടക്കുന്നത് സഡൻ ആയിട്ടുള്ള ഒരു ക്രാഷിലൂടെ അല്ല, ചെറിയ ചെറിയ വാർണിങ്സിലൂടെയാണ്. ഓക്കെ, നമ്മുടെ ഈ മൂഡീസിൻ്റെ ഡൗൺഗ്രേഡ് പോലെ ചെറിയ ചെറിയ വാർണിങ്സിലൂടെയാണ് ഈ ഒരു ഗ്ലോബൽ ഷിഫ്റ്റൊക്കെ നടക്കുന്നത്. സോ ഇറ്റ് ഷോസ് ദാറ്റ് ദ ബിലീഫ് ഇൻ US ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഈസ് നോ ലോങ്ങർ അൺഷേക്കബിൾ. ഓക്കെ, ഒരു കാലത്ത് US അത്രയും അൺഷേക്കബിൾ ആയിട്ടുള്ളൊരു എക്കണോമിയാണ്, ആൻഡ് അവരുടെ ആ ഒരു പവർ ഒരിക്കലും ഇടിയില്ല എന്നായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്നുള്ളത് അൺഷേക്കബിൾ അല്ല ഇനി, അല്ലേ. ഇറ്റ് ഈസ് നോ ലോങ്ങർ അൺഷേക്കബിൾ എന്നുള്ള കാര്യം വേണം നമ്മൾ മനസ്സിലാക്കാൻ. സോ നമ്മൾ ഒരു ഗ്ലോബൽ ഷിഫ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡോളറിൻ്റെ ആ ഒരു ഉപയോഗം നിർത്തി എന്നല്ല നമ്മൾ പറയുന്നത്. ബട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് ടു പ്രിപ്പയർ ഫോർ എ ഫ്യൂച്ചർ വെർ ദ ഡോളർ മൈറ്റ് നോട്ട് ബി എ കിങ്. ഓക്കെ, ഡോളർ മാത്രമല്ല ഇതിൽ രാജാവ് എന്നുള്ള കാര്യം ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. സോ ദിസ് ഈസ് ക്വൈറ്റ് ബട്ട് വെരി സീരിയസ് ചേഞ്ച് ഇൻ ഗ്ലോബൽ കോൺഫിഡൻസ് എന്നുള്ള കാര്യമാണ്. സോ ഈ ഒരു മൂഡീസിൻ്റെ ഈ ഒരു ഡൗൺഗ്രേഡ് എന്ന് പറയുന്നത് ഇതൊരു സ്മോൾ സിഗ്നലാണ്, ഓക്കെ, ഓഫ് എ ബിഗ് സ്ലോ ചേഞ്ച്. സോ ദ വേൾഡ് ഈസ് സ്റ്റാർട്ടിങ് ടു ക്വസ്റ്റ്യൻ ദി US ഫൈനാൻഷ്യൽ ലീഡർഷിപ്പ് ആൻഡ് ഈസ് ക്വയറ്റ്ലി ലുക്കിംഗ് ഫോർ അതർ ഓപ്ഷൻസ്. ഇനി നമ്മൾ അതായത് വേറെ രാജ്യങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും കാനഡയും ജർമ്മനിയും ഒക്കെ, ഇവരൊക്കെ ആ ഒരു ലിസ്റ്റിലുണ്ട്. ഇവരൊക്കെ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇവർക്കും നല്ല ഹൈ ഡെപ്റ്റ് ലെവലാണ്. ഓക്കെ, അവിടെ നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കടം വാങ്ങിച്ചിട്ടിരിക്കുകയാണ് ബ്രസീലും സൗത്ത് ആഫ്രിക്കയും കാനഡയും ജർമ്മനിയും ഒക്കെ. സോ ദേ ആർ ബീങ് ക്ലോസ്ലി വാച്ച്ഡ് ബിക്കോസ് ദേ ഓൾസോ ഹാവ് ഹൈ ഡെപ്റ്റ് ലെവൽസ്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളൊരു വലിയ രാജ്യമാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡെവലപ്പിംഗ് അല്ല ഒരു ഡെവലപ്ഡ് കൺട്രി ആണോ, അതും ദാറ്റ് ഡസൻ ഗ്യാരണ്ടി ട്രസ്റ്റ് അല്ലേ. സോ നമ്മൾ പ്രൂവ് ചെയ്യണം, ലൈക്ക് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വി ആർ മാനേജിങ് മണി വൈസ്ലി എന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്യണം. അല്ലാണ്ട് നിങ്ങളൊരു വലിയൊരു ഡെവലപ്ഡ് കൺട്രിയാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കര വലിയൊരു രാജ്യമാണ് എന്നുള്ളതൊന്നും നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല, അല്ലേ.
ഇന്ത്യ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ അല്ല. റൈറ്റ് നൗ ഇന്ത്യ ഇസ് നോട്ട് ഇൻ എ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ബട്ട് ദ വാർണിംഗ് ഈസ് ക്ലിയർ. ഓക്കെ, ഒരു ക്രൈസിസ് വന്നിട്ട് റിഫോംസ് നടത്താം എന്ന് വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മൾ നമ്മുടെ എക്കണോമി ഇമ്പ്രൂവ് ചെയ്യണം, നമ്മൾ ഡെപ്റ്റ് നന്നായിട്ട് മാനേജ് ചെയ്യണം ബിഫോർ പ്രോബ്ലംസ് ഗ്രോ. സോ സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക, ഈവൻ സ്ട്രോങ് കൺട്രീസ് മസ്റ്റ് ഏൺ ട്രസ്റ്റ് ത്രൂ സ്മാർട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ ഇന്ത്യയും അതിനനുസരിച്ച് ആക്ട് ചെയ്യണം. ഇന്ത്യ ഷുഡ് ആക്ട് ഏർലി ടു സ്റ്റേ സേഫ്. സോ ഇതിൽ നിന്നും ഇന്ത്യ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഷോർട്ട് ടേം ഗീവ് അവേസ് എന്നൊക്കെ നമ്മുടെ ഫോക്കസ് മാറ്റണം. ഓക്കെ, ഇന്ത്യ ഷുഡ് സ്റ്റോപ്പ് ഫോക്കസിങ് ഓൺലി ഓൺ പോപ്പുലർ ഷോർട്ട് ടേം ഗീവ് അവേസ്, ഓക്കെ, പോപ്പുലിസം, ആൻഡ് ഇൻസ്റ്റഡ് മേക്ക് വൈസ് ലോങ് ടേം ഡിസിഷൻസ്, അതായത് പ്രൂഡൻസ്. സോ ഈ ഒരു പോപ്പുലിസം എന്നുള്ളത് ഒരു കോണ്ടക്സ്റ്റ് പൊളിറ്റിക്സിൽ നമ്മൾ പോപ്പുലിസം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഓഫൺ മീൻസ് ഗിവിങ് ഫ്രീ തിങ്സ് ഓർ ബെനിഫിറ്റ്സ് ടു വിൻ വോട്ട്. അതായത് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റിയോ വെള്ളമൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ലോൺ വേവർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ റേഷൻ കൊടുക്കുക, ക്യാഷ് ഹാൻഡ് ഔട്ട്, സബ്സിഡീസ് ജസ്റ്റ് ബിഫോർ ഇലക്ഷൻ. സോ ഇങ്ങനത്തെ ഗീവ് അവേസ് ഷോർട്ട് ടേമിൽ ഇത് ഉപകാരപ്പെട്ടേക്കാം, പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് കൂട്ടും, അല്ല, ദിസ് വിൽ ഇൻക്രീസ് ഗവൺമെൻറ് ഡെപ്റ്റ്. ആൻഡ് ഈ ഒരു ലോങ് ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ, അതായത് എഡ്യൂക്കേഷനിലും റോഡിലൊന്നും ഇൻഫ്രാസ്ട്രക്ചറൊന്നും മെച്ചപ്പെടുത്തുന്നതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ ഷോർട്ട് ടേം ഗീവ് അവേസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ വി ആർ ടേക്കിംഗ് മണി എവേ ഫ്രം ഇമ്പോർട്ടൻറ്റ് ലോങ് ടേം തിങ്സ്, അല്ലേ? സോ ഇങ്ങനത്തെ ഗീവ് അവേസ് നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, സോ അങ്ങനത്തെ ചില സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഞാനത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും എടുത്തു പറയുന്നില്ല. സോ എന്താണ് പ്രൂഡൻസ് എന്ന് നോക്കാം. പ്രൂഡൻസ് എന്നുള്ളത് ഇറ്റ് മീൻസ് ലൈക്ക് ബീയിങ് കെയർഫുൾ ആൻഡ് വൈസ് വിത്ത് മണി എന്നുള്ളതാണ്. അതായത് ഈ ഒരു തൊഴിൽ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് എക്കണോമി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആൻഡ് മേക്കിംഗ് ഷുവർ ദ ഗവൺമെൻറ് ഡസൻ ബോറോ ടു മച്ച്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, എലക്ഷൻസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഷുഡ് നോട്ട് ജസ്റ്റ് ഗീവ് ഫ്രീ ബീസ് ടു വിൻ എലക്ഷൻസ്. ഇൻസ്റ്റഡ് നമ്മൾ നമ്മുടെ ആ ഒരു പണം വളരെ വൈസായിട്ട് സ്പെൻഡ് ചെയ്യണം ഓൺ തിങ്സ് ദാറ്റ് ഹെൽപ്പ് ദ കൺട്രി ഗ്രോ ഇൻ ദ ലോങ് റൺ. ഓക്കെ, അതാണ് ഈ പോപ്പുലിസവും അതേപോലെ പ്രൂഡൻസും. ആൻഡ് പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ദിസ് ഡസൻ മീൻ കട്ടിങ് എവറിത്തിങ്. ഓക്കെ, എല്ലാം കട്ട് ചെയ്യണം എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം, ബട്ട് ബീങ് സ്മാർട്ട് അബൌട്ട് വേർ ആൻഡ് ഹൗ മണി ഈസ് സ്പെൻഡ്. സോ ഇന്ത്യ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിലും തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുന്നതിലുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, വി ഷുഡ് ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ക്രിയേറ്റ്സ് ജോബ്. ഓക്കെ, റോഡായാലും റെയിൽവേസ് ആയാലും ക്ലീൻ എനർജി ആയാലും, സോ അവിടെ ഫോക്കസ് ചെയ്യുക. അതേപോലെ എഡ്യൂക്കേഷനും സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യുക ടു പ്രിപ്പയർ പീപ്പിൾ ഫോർ ബെറ്റർ ജോബ്സ്. അതേപോലെ തന്നെ കീപ് റിഫോംസ് ഗോയിങ് ഈവൺ ആഫ്റ്റർ എലക്ഷൻസ്. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ് ജസ്റ്റ് ബിക്കോസ് പൊളിറ്റിക്സ് ചേഞ്ച്. ഇതെന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യ എയിം ചെയ്യേണ്ടത്, വി ഷുഡ് എയിം ടു ബി എ ലീഡർ ഇൻ സ്മാർട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അത് നമ്മളൊരിക്കലും ഈ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ലോസ് ട്രസ്റ്റ്, അതായത് നോട്ട് വെയിറ്റ് അൺടിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ലോസ് ട്രസ്റ്റ് ഇൻ അസ്. ഓക്കെ, നമ്മൾ എയിം ചെയ്യേണ്ടത് ടു ബി എ ലീഡർ ഇൻ സ്മാർട്ട് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നോട്ട് വെയിറ്റ് അൺടിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ലൂസ് ട്രസ്റ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്നത്തെ ഒരു ലൈക്ക് എസ്പെഷ്യലി ടുഡേ നമുക്ക് പൈസയൊക്കെ ഈസി ആയിട്ട് മൂവ് ഇൻ ചെയ്യാനും അതേപോലെ തന്നെ വി ക്യാൻ മൂവ് ഇറ്റ് ഔട്ട് ഓഫ് കൺട്രീസ്. ഇന്ത്യയുടെ ആ ഒരു ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെ ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, ഈവൺ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ക്വൈറ്റ്ലി. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പൈസ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, വി ക്യാൻ മൂവ് ഇൻ ആൻഡ് വി ക്യാൻ മൂവ് ഔട്ട് ഓഫ് കൺട്രീസ്. സോ ഇഫ് ഇന്ത്യ ലൂസസ് ഫൈനാൻഷ്യൽ ക്രെഡിബിലിറ്റി, ദ കോസ്റ്റ് ഈസ് ഹ്യൂജ് ഈവൺ ഇഫ് ഇറ്റ് ഹാപ്പൻസ് ക്വൈറ്റ്ലി. സോ ഇന്ത്യ മസ്റ്റ് ആക്ട് വൈസ്ലി ബിഫോർ ട്രബിൾ കംസ്. നമ്മൾ സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യണം, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഇൻ റിഫോംസ് ടു ഏൺ ആൻഡ് കീപ് ഗ്ലോബൽ ട്രസ്റ്റ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നമ്മളിന്ന് നമ്മുടെ സെഷൻ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. സോ നാളെ വേറെ കുറച്ച് ടോപ്പിക്സ് ആയിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ. ഗൈസ്, പിന്നെ നാളെ ചിലപ്പോഴേ നമ്മുടെ ഈ ഒരു സെഷൻ ഉണ്ടാവുള്ളൂ. ഐ എം ഹാവിങ് അതർ കമ്മിറ്റ്മെൻറ്റ്സ് ടുമാറോ. സോ നാളെ ചിലപ്പോൾ അല്ലെങ്കിൽ വേറൊരാളായിരിക്കും നമ്മുടെ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുക.
സോറി, ഈ ഒരു ഹിന്ദു ഡീകോഡ് നാളെ എടുക്കുന്നത് വേറൊരാളായിരിക്കും. സോ നമുക്ക് ഡേ ആഫ്റ്റർ ടുമാറോ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.